കോടതി വിധി മറികടന്ന് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയിൽ അംഗീകൃത തസ്തികകളില്ലാതെ 74 താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തി. പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ടുമുൻപ് 2 കോടി കുടിശ്ശിക ഉൾപ്പെടെ ശമ്പളം അനുവദിച്ചു. സാക്ഷരതാ മിഷൻ അതോറിറ്റിയിൽ അംഗീകൃത തസ്തികകൾ നിലവിൽ ഇല്ലാതിരിക്കെയാണ് 74 താൽക്കാലിക സാക്ഷരതാ കോർഡിനേറ്റർമാരായ താൽക്കാലിക ജീവനക്കാരെ കോടതി വിധി മറികടന്ന് നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയത്. ഇവർക്ക് ശമ്പള സ്കെയിൽ അനുവദിക്കുകയും ലക്ഷക്കണക്കിന് രൂപ ശമ്പള കുടിശ്ശികയായി നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടുമുൻപ് തിരക്കിട്ട കുടിശ്ശിക അനുവദിക്കുകയായിരുന്നു. 2 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ താൽക്കാലികക്കാർക്ക് അനുവദിച്ചത്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് സ്ഥിരം തസ്തികകളിൽ ഒറ്റത്തവണ മാത്രമായിരിക്കണം എന്ന സുപ്രീം കോടതി വിധിയുടെയും ഹൈക്കോടതിയുടെ തുടർ വിധിയുടെയും ലംഘനമാണ് സാക്ഷരതാ മിഷനിൽ നടത്തിയ സ്ഥിരപ്പെടുത്തൽ. 2021 സർക്കാർ ഇവരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും എല്ലാ സ്ഥിരപ്പെടുത്തലുകളും കോടതി തടഞ്ഞിരുന്നു. 2025 നിശ്ചിത വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തൽ കോടതി അംഗീകരിച്ചത്. സാക്ഷരതാ മിഷനിൽ സ്ഥിരമായ ഒരു തസ്തിക പോലും ഇല്ലെന്നും അവിടെയുള്ള നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് 2017 നിയമസഭയിൽ രേഖാമൂലം വ്യക്തമാക്കിയതാണ്. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് മിഷൻ അധികൃതർ സ്ഥിരം തസ്തികയിൽ അല്ലാതെ നിയമിച്ച താൽക്കാലികക്കാരെ നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയത്. സാക്ഷരതാ കോർഡിനേറ്റർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ തസ്തികകളിലായിരുന്നു താൽക്കാലികക്കാരെ നിയമിച്ചിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ തസ്തികകൾ ഇല്ലെന്ന നിയമസഭയിൽ മറുപടി നൽകിയ പദവികളിൽ ഇത്തരത്തിൽ ശമ്പള സ്കെയിൽ അനുവദിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. നിയമവിരുദ്ധമായി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി അവർക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ശമ്പളം നൽകിയ നടപടി റദ്ദാക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു.